നാടുണർന്നത് നടുക്കുന്ന വാർത്ത കേട്ട് 4 മാസം പ്രായമായ കുഞ്ഞിനെ തനിച്ചാക്കി ഫാത്തിമ മടങ്ങി. രാവിലെ ബീച്ചിലെത്തിയ സ്ത്രീകളാണ് മൃതദേഹം തെരുവുനായ്ക്കൾ കടിച്ചു വലിക്കുന്നത് കണ്ടത്. ദൃശ്യം കണ്ട് ഇവർ ബഹളം വെച്ചതോടെ സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഓടിയെത്തിയതോടെയാണ് കൊലപാതകം പോലീസിൽ അറിയിച്ചത്. തുടക്കത്തിൽ തന്നെ കൊലപാതകമെന്ന നിഗമനത്തിലാണ് അന്വേഷണം നടന്നത്. പൊന്നാനിയിലും സമീപ സ്റ്റേഷനുകളിലും മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിനാൽ ആരുടെ മൃതദേഹമാണെന്ന് ആദ്യം തിരിച്ചറിയാനായില്ല. ഉച്ചയോടെയാണ് ബന്ധുക്കൾ ഫാത്തിമയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചത്. ഫാത്തിമയുടെ ഭർത്താവ് സ്ഥലത്തിലെന്ന് ബോധ്യമായതോടെ മുഹമ്മദിന്റെ കൊലപാതകത്തിലെ പങ്കിനെക്കുറിച്ച് സംശയമുയർന്നു. ഇതിനിടെ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവ സ്ഥലത്ത് തന്നെ ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം പരപ്പനങ്ങാടിയിൽ നിന്നും ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. താൻ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന് മുഹമ്മദ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.